ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന സംതൃപ്തിക്കും വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ മറ്റ് ചില ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികത കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന പങ്കാളിയെ സംബന്ധിച്ച് അത് കിട്ടാതെ വരുമ്പോൾ പ്രകടിപ്പിക്കുന്ന ചില രീതികളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് കാമം കുറച്ച് കൂടുതലുള്ള സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർ ഈ സാഹചര്യത്തിൽ പ്രകടിപ്പിക്കുന്ന ചില രീതികളുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ്. എന്നാലും ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്ക് ഇതുകൊണ്ട് പല ഉദ്ദേശങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം റീപ്രൊഡക്ഷനാണ്. എന്നിരുന്നാലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആകർഷണത്തിൻ്റെ പ്രധാന ഘടകമായിട്ട് ഇത് മാറുന്നുണ്ട്. മാത്രമല്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് കിട്ടുന്നൊരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വികാരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് കൂടുതലായിട്ടും പ്രകടിപ്പിക്കണമെന്നില്ല, പക്ഷേ ഉള്ളിൽ തീവ്രമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലും ചില കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഫിസിക്കൽ ബോഡിയുടെയും മെൻ്റൽ ബോഡിയുടെയും പ്രവർത്തനം ബന്ധപ്പെടുന്നതിന് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ചും ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന ഭാഗം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് നന്നായിട്ട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ ഒരു കാര്യം അവരുടെ മെച്യൂരിറ്റിയുടെ ഭാഗമാണ്. പുരുഷനെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളൊക്കെ പുറത്തായതുകൊണ്ട് അവൻ്റെ വികാരത്തിൻ്റെ തീവ്രതയെ മറ്റുള്ളവർക്കും അളക്കാൻ പറ്റും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വികാര വിചാരങ്ങളൊക്കെ ഉള്ളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക ലക്ഷണങ്ങളിൽ കൂടി മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നതിനോട് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നുന്നത്? ഒന്നുകിൽ ആ ഒരു കാര്യം നമ്മൾ നേരത്തെ പോസിറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അറിയാത്ത കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ വികാര കേന്ദ്രങ്ങളെ അത് ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ പങ്കാളിയെ സംബന്ധിച്ച് മാറിടത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചില ഊർജ്ജ കേന്ദ്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഷെയറിങ്ങിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ആദ്യകാലങ്ങളിലൊക്കെ പങ്കാളിയായിട്ട് ഈ കാര്യത്തിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏതോ ചില സാഹചര്യത്താൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി അങ്ങോട്ട് ശരിയാകുന്നില്ല. ചിലരെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജ്ജത്തെ മറ്റു വഴിക്ക് തിരിച്ചു വിടാറുണ്ട്. ഈ ഒരു കാര്യം ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇനി ഏത് സാഹചര്യമാണെങ്കിലും നമ്മുടെ ആഗ്രഹമാണ് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിൽ കൂടി ചെയ്യുന്നതാണ് ഇഷ്ടം. ചിലർക്കാണെങ്കിൽ വിവാഹത്തിന് ശേഷം ആ പങ്കാളിയെ സ്നേഹിച്ച് ബന്ധപ്പെടുന്നതാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, പ്രണയത്തിൽ കൂടി ഇത് ചെയ്യുന്നതാണ് ഇഷ്ടം. എന്നാൽ മറ്റ് ചിലർക്കാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം ഇത് ചെയ്യുന്നതാണ് ഇഷ്ടം. എന്നാൽ മറ്റ് ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്ക് സ്നേഹമുള്ള പങ്കാളിയൊക്കെ കാണും, എന്നാലും രഹസ്യമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമുണ്ട്. ഇതിനകത്ത് സ്ത്രീയും ഉണ്ട് പുരുഷനും ഉണ്ട്. അവരതിനുവേണ്ടി ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയാറില്ലേ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളോട് പ്രണയം തോന്നുന്നത്, സ്നേഹം തോന്നുന്നത്. എന്നാൽ അത് നീ വിചാരിക്കുന്ന പോലെ മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ ഒരു കാര്യത്തിനകത്ത് നമ്മളെ നിയന്ത്രിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് മാത്രമല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കൂടാണ്. അതുകൊണ്ട് തന്നെ ഒന്നിക്കാനുള്ള സാഹചര്യം ചിലപ്പോഴൊക്കെ സൃഷ്ടിക്കാറുണ്ട്. ചിലരെ സംബന്ധിച്ച് കാമത്തിൻ്റെ ഊർജം ശരീരത്തിനും മനസ്സിനും കൂടുതലായിട്ട് വരുന്നുണ്ട്, പക്ഷേ അതിനകത്തൊരു സംതൃപ്തി കിട്ടുന്നില്ല. ഈ സമയത്ത് ചില പങ്കാളികളെ സംബന്ധിച്ച് മറ്റുള്ളവരോട് പ്രണയം വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇവിടെ സാഹചര്യം ഒട്ടുമില്ലാത്തവരെ സംബന്ധിച്ച് ഈ ഊർജ്ജത്തെ അവർ മറ്റു വഴിക്ക് തിരിച്ചു വിടുന്നുണ്ട്. എന്നാൽ ചിലരാണെങ്കിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതിനുവേണ്ടി സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. പ്രകൃതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആരോഗ്യം, സൗന്ദര്യ സംരക്ഷണം, സന്തോഷം, ലൈംഗികത ഇതുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ഒരു സൈക്കോളജി ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കാമത്തിൻ്റേതായിട്ടുള്ള ഊർജ്ജത്തെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ബ്രെയിനിൽ ഒരു ത്രില്ല് ഉണ്ടാക്കി തരുന്നതായിരിക്കണം, അല്ലെങ്കിൽ നിഗൂഢമായ ഒരു ആനന്ദം ഉണ്ടാക്കി തരുന്നതായിരിക്കണം. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്നും ആകർഷിക്കണമെന്നും ആരോഗ്യമുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നതും നമ്മുടെ പേഴ്സണാലിറ്റി മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുന്നതും.
അപ്പോൾ ഏത് രീതിയിലായാലും സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഇടയ്ക്കൊക്കെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തോട് നല്ല താല്പര്യമുള്ളവർ ഷെയർ ചെയ്യാൻ സാഹചര്യമില്ലെങ്കിൽ സ്വയം ചെയ്യാറുണ്ട്. എന്നാൽ പങ്കാളിയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത നിരാശ വരും. പ്രത്യേകിച്ചും നേരത്തെ ഇതിൻ്റെ രുചി നന്നായിട്ട് അറിഞ്ഞവരാണെങ്കിൽ. അത് ചിലപ്പം ദേഷ്യത്തിൻ്റെ ഊർജം സൃഷ്ടിക്കാം, അല്ലെങ്കിൽ നിരാശയുടെ ഊർജം സൃഷ്ടിക്കാം. ചിലർക്കാണെങ്കിൽ ഈ രീതിയിലുള്ള റിലാക്സേഷൻ ഇല്ലാത്തതുകൊണ്ട് ഉത്കണ്ഠ കൂടുതലായിട്ട് വരും. അത് ശരീരത്തിൽ പലതരത്തിലുള്ള ഡിസോർഡറായിട്ട് അല്ലെങ്കിൽ വേദനയായിട്ടൊക്കെ മാറാം. രതിമൂർച്ച സമയത്ത് ക്രിസിരിയുടെ ഭാഗത്ത് കിട്ടുന്ന സ്ട്രോക്കുകൾക്ക് നമ്മുടെ ബ്രെയിനിനെ ഒരു പ്രത്യേക തലത്തിലെത്തിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ മാരടത്തിൽ ചെയ്യുന്ന ചില ക്രിയകൾക്കും യോനി ഭാഗത്തെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം അതിനെ ഉത്തേജിപ്പിക്കുന്നോ ഏതെങ്കിലും രീതിയിൽ കുറേ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അങ്ങനെ വേണമെന്ന് പറയും. അതുകൊണ്ടാണ് ഒരു പ്രത്യേക രീതിയിൽ ഇത് ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യം തോന്നുന്നത്. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് ചില ദിവസങ്ങളിൽ ബന്ധപ്പെടാനായിട്ട് തീവ്രമായ ആഗ്രഹം തോന്നാറുണ്ട്. ഈ സമയത്ത് ഇഷ്ടപ്പെട്ട പുരുഷനെ കാണാനും സംസാരിക്കാനും ഒക്കെ മനസ്സ് കൊതിക്കാറുണ്ട്. അതിനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യാറുമുണ്ട്. ഇതിന് പങ്കാളിയെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് അവരോട് കൂടുതൽ സ്നേഹം കാണിക്കും. ഈ ഒരു കാര്യം കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച്, കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ച് നാവ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് വിരലുകൊണ്ട് ചില ക്രിയകൾ ചെയ്താൽ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ സ്വയം ഒന്ന് വിലയിരുത്തണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. എന്ന് വെച്ചാൽ എനിക്ക് എത്രത്തോളം ആകർഷണമുണ്ട്, ഓരോ അവയവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഷേപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ എനിക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. അതുപോലെ പങ്കാളികൾ രണ്ടുപേരും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. ചിലരാണെങ്കിൽ കുറച്ച് നാൾ ഇങ്ങനെ ചെയ്യാതിരുന്നിട്ട് ഇനി ആര് മുൻകൈ എടുക്കും എന്നൊരു കൺഫ്യൂഷനുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഒരു സംതൃപ്തി കിട്ടാതെ വരുന്നത് എന്ന് വെച്ചാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റാതെ വരുന്നത്, അതുപോലെ ഏത് സാഹചര്യത്തിലാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും പൂർണ്ണ സംതൃപ്തി കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ കൂടുതൽ പെർഫെക്ഷൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് കാര്യവും നമ്മൾ പല പ്രാവശ്യം ചെയ്താണ് അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു പെർഫെക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഈ ഒരു രീതിയിൽ കൂടി മാത്രമേ ചെയ്യാവൂ എന്നൊന്നുമില്ല. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കഴിവിനനുസരിച്ചുള്ള മെത്തേഡുകൾ കണ്ടുപിടിച്ചിട്ട് അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്കുള്ളത് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.